സോ ജിയോഗ്രഫിയിലെ ഒരു പുതിയ യൂണിറ്റ് 10ാം ക്ലാസ്സിന്റെ ജിയോഗ്രഫിയിലെ ഒരു പുതിയ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, അതായത് പൊതു ചെലവും പൊതുവരുമാനവും. ഗവൺമെന്റിന്റെ ചെലവും ഗവൺമെന്റിന്റെ വരുമാനവുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ പൊതു ചെലവ്, പബ്ലിക് റവന്യൂ പൊതു വരുമാനം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ചെലവും അതേപോലെ സർക്കാരിന്റെ വരുമാനവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചിത്രങ്ങളിൽ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഒരു 4 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്? പട്ടാളക്കാരുണ്ട്, അതേപോലെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ചിത്രം കാണാം, അതേപോലെ ഒരു പബ്ലിക് റേഷനിങ് സിസ്റ്റം, ഒരു റേഷൻ കട അതിന്റെ ചിത്രം കാണാം, അതേപോലെ റോഡ് കൺസ്ട്രക്ഷന്റെ ഒരു ചിത്രം കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ ചിത്രങ്ങളൊക്കെ നോക്കി. ഒബ്സർവ് ദി പിക്ചേഴ്സ് ഗിവൺ അബോവ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. They are related to certain activities performed by the government. അല്ലെ, ഗവൺമെന്റിന്റെ ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ആ ചിത്രത്തിലൊക്കെ കണ്ടത്. ഇതെല്ലാം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓരോരോ പ്രവർത്തനങ്ങളാണ്. വാട്ട് ആർ ദേ? നമ്മളിപ്പോൾ പറഞ്ഞു ഏതൊക്കെയാണ് ആ ചിത്രങ്ങൾ എന്നുള്ളത്. ഫൈൻഡ് ഔട്ട് അതർ ആക്ടിവിറ്റീസ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന് ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഒരു 2-3 പോയിന്റ്സ് ഇവിടെയുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അതായത് കുടിവെള്ള വിതരണം ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽഫെയർ പെൻഷൻ. എന്താ ഈ വെൽഫെയർ പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകളൊക്കെ വിതരണം ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷണം ഗവൺമെന്റിന്റെ മാത്രം ചുമതലയല്ല, അതും ഗവൺമെന്റ് അതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെലവ് ആ രൂപത്തിൽ ഗവൺമെന്റിന് വരുന്നുണ്ട്. പക്ഷെ അത് ഗവൺമെന്റിന്റെ മാത്രം ബാധ്യതയാണ് എന്ന് നമ്മൾ പറയാൻ പറ്റൂല. അതേപോലെ വേറെയും നമുക്ക് എന്തൊക്കെ പറയാം? നമുക്ക് പറയാം ഇറിഗേഷണൽ ആക്ടിവിറ്റീസ്, അല്ലെ, ജലസേചന സൗകര്യങ്ങൾ. ഗവൺമെന്റിന് അങ്ങനെയുള്ള ജലസേചന സൗകര്യങ്ങൾ പിന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി പ്രോജക്റ്റുകൾ, വൈദ്യുതി, എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ, അതിന്റെ മെയിൻ്റനൻസ്, അങ്ങനെയുള്ള ഒത്തിരി പ്രവർത്തികൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ സർക്കാരുകൾ, ഗവൺമെന്റുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് ചെലവുണ്ട്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. നോക്കാം. അപ്പൊ ശ്രദ്ധിക്കുക. വി ഹാവ് സീൻ ദാറ്റ് ദി ഗവൺമെന്റ് അണ്ടർടേക്സ് മെനി ആക്ടിവിറ്റീസ്. ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തികൾ ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വൈ ആർ ദീസ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട്? ഈ പ്രവർത്തികളൊക്കെ ഗവൺമെന്റ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമുക്കറിയാം, ദേ ആർ ഫോർ ദി വെൽഫെയർ ഓഫ് പീപ്പിൾ. ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ഷനിൽ കുറച്ച് ആളുകളെ തെരഞ്ഞെടുത്ത് വിജയിപ്പിക്കുന്നത്. അങ്ങനെ വിജയിച്ച ആളുകൾ ചേർന്ന് സർക്കാർ ഉണ്ടാക്കി. അവര് എന്തിനു വേണ്ടി പ്രവർത്തിക്കണം? ജനങ്ങളെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പൊ ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ദേ ആർ ഫോർ ദി വെൽഫെയർ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ യാതൊരു തർക്കവും. അപ്പൊ ഈ ക്ഷേമത്തിനാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ധാരാളം പണം ആവശ്യമാണ്. മണി ഈസ് റിക്വയർഡ് ഫോർ ഓൾ ദീസ് ആക്ടിവിറ്റീസ്, അല്ലെ, ഒരുപാട് പണം ഇങ്ങനെയുള്ള പ്രവർത്തികൾക്കൊക്കെ ആവശ്യമാണ്. ദി എക്സ്പെൻഡിച്ചർ incurred by the government is known as public expenditure. നമുക്കിവിടെ ഓർക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് സർക്കാരിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് ഉണ്ടാകുന്ന ചെലവാണെന്ത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ. The expenditure incurred by the government is known as public expenditure. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സർക്കാരിന് ചെലവാകുന്ന ആ ഒരു ചെലവ്, സർക്കാരിന് ഉണ്ടാവുന്ന ആ ഒരു ചെലവാണെന്ത്? പൊതു ചെലവ് അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദി ആക്ടിവിറ്റീസ് ഓഫ് ഗവൺമെന്റ്. അപ്പോൾ ഒരു ഗവൺമെന്റിന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പിന്നെ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ, ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് കൂടും? എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ഗവൺമെന്റ് ആണെങ്കിൽ ചെലവ് കുറയും. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റ് ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇവിടെ ഓർക്കാനുള്ളത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദി ഗവൺമെന്റ്. ഓക്കെ, സർക്കാരിന് ചെലവാവുന്ന പിന്നെ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന് ചെലവാവുന്ന പണം അല്ലെങ്കിൽ ആ ഒരു ചെലവ്, അതാണ് ഗവൺമെന്റിന്റെ ചെലവാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് 2010-11 മുതൽ 2016-17 വരെയുള്ള സാമ്പത്തിക വർഷത്തിലെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചെലവാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യയുടെ പൊതു ചെലവാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത്
ഈ ഒരു സംഭവം നോക്കുന്ന സമയത്ത് നമ്മൾ 2010-11 എന്നുള്ള ഈ ഒരു എക്കണോമിക് ഇയർ, ഈ ഒരു സാമ്പത്തിക വർഷം മുതൽ 2016-17 വരെയുള്ള വർഷം വരെയുള്ള ചെലവാ. അപ്പൊ ഈ ഗ്രാഫ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഗ്രാഫ് എങ്ങനെയാ കൂടി വരികയാണ് അല്ലെ. ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും അത് കൂടി വരികയാണ്. സൈഡ് കാണാം എമൗണ്ട് റുപ്പീസ് ഇൻ ക്രോർ, ഇത്ര കോടി രൂപയിലാണ്. അപ്പൊ 2010-11 വർഷത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ പറയുന്നത്? 11,97,000 സംതിങ് ആണ് അല്ലെ. 11,00,000, ഏകദേശം 12 ലക്ഷത്തോളാണ്. അടുത്ത എക്കണോമിക് ഇയർ ആയപ്പോൾ, ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ എത്രയായി? അത് 13 ലക്ഷം രൂപയല്ല കേട്ടോ, 13 ലക്ഷം കോടിയാണ്. പിന്നെ അടുത്ത വർഷം 14 ലക്ഷം കോടി, 15 ലക്ഷം കോടി, 16 ലക്ഷം കോടി, 17 ലക്ഷം കോടി, 19 ലക്ഷം കോടി അല്ലെ, റൗണ്ട് ചെയ്ത് പറയുകയാണെ. അപ്പൊ ഇങ്ങനെ ഓരോ വർഷം കഴിയും തോറും എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂടി വരികയാണ്. ഓരോ വർഷം കഴിയും തോറും പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതു ചെലവ് കൂടി വരികയാണ്. അപ്പൊ ഈസി ആയിട്ട് ആ ഗ്രാഫ് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. സോ public expenditure can be classified into developmental expenditure and non-developmental expenditure. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ നമുക്ക് എന്താക്കി തിരിക്കാം? രണ്ടെണ്ണാക്കി തിരിക്കാം. ഒന്ന് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, മറ്റൊന്ന് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വികസന ചെലവുകളാണ്, സർക്കാരിന്റെ വികസന ചെലവുകൾ. നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറോ വികസനേതര ചെലവുകളാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എക്സാമിന് ഒരു 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദ്യം വരുന്ന ഭാഗമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ദി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദി ഗവൺമെന്റ് ഫോർ കൺസ്ട്രക്ടിങ് റോഡ്സ്, ബ്രിഡ്ജസ്, ഹാർബേഴ്സ്, starting up new enterprises, setting up educational institutions, etc. are considered as developmental expenditure. റോഡുകൾ ഉണ്ടാക്കുക, പാലങ്ങൾ ഉണ്ടാക്കുക, തുറമുഖങ്ങൾ ഉണ്ടാക്കുക, പുതിയ സ്ഥാപനങ്ങളൊക്കെ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുക, അതേപോലെ സ്കൂളുകളൊക്കെ ആരംഭിക്കുക, ഹോസ്പിറ്റലുകളൊക്കെ ആരംഭിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഒരുപാട് പണം ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ വേണ്ടി, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യമായി വരുന്ന ചെലവാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, വികസന ചെലവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. റോഡ് ഉണ്ടാക്കുക, പാലുണ്ടാക്കുക, തുറമുഖങ്ങൾ, അങ്ങനെയുള്ള പുതിയ സംരംഭങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇതൊക്കെ എന്താ? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമാണ്. എന്നാൽ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താ? ശ്രദ്ധിക്കുക, നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ വാർ, ഇൻട്രസ്റ്റ്, pension, etc. are considered as non-developmental expenditure. അതായത് യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന തുക, അതേപോലെ രാജ്യത്തിന്റെ ഡിഫൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ വാങ്ങി വെക്കുന്നുണ്ട് അല്ലെ. അതേപോലെ അങ്ങനെയുള്ള യുദ്ധവിമാനങ്ങളും മറ്റും നമ്മൾ വാങ്ങി വെക്കുന്നുണ്ട്. എത്രയോ കോടി രൂപ അതിന് ആവശ്യമാണ്. അതേപോലെ ഇൻട്രസ്റ്റ്, നമ്മുടെ രാജ്യത്തിനകത്തുനിന്നും, നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിനകത്തുനിന്നും രാജ്യത്തിന് പുറത്തുനിന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പലപ്പോഴും വലിയ തുക ലോണായിട്ട്, കടമായിട്ട് വാങ്ങുന്നുണ്ട്. അപ്പൊ അതിന് നമ്മുടെ രാജ്യം എന്ത് ചെയ്യണം? പലിശ കൊടുക്കണം. വലിയ കോടികൾ അങ്ങനെ പലിശയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ പെൻഷൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പെൻഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. ജനപ്രതിനിധികൾക്കൊക്കെ റിട്ടയർമെന്റ്, അവരുടെ ഒരു സർവീസ് കാലം കഴിയുന്നതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചെലവുകളൊക്കെ എന്താ? അതൊക്കെ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, അതിൽ നിന്ന് ഗവൺമെന്റിലേക്ക് ഒരു ഇൻകം ആയിട്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു വെൽഫെയർ അവിടെ ഉണ്ടാവുന്നുണ്ട്. പെൻഷൻ കൊണ്ട് ജനങ്ങൾക്ക് കിട്ടുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏതിലാണ് ഉൾപ്പെടുത്തുന്നത്? അത് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്, വികസനേതര ചെലവുകളിലാണ് ഉൾപ്പെടുത്തുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ അവിടെ ഓർക്കാനുള്ളൂ. വാർ, ഇൻട്രസ്റ്റ്, പെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന തുകയാണ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. സോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നമുക്ക്, പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഏതൊക്കെയാണെന്നുള്ള എക്സാമ്പിൾ സഹിതം നമ്മളിവിടെ നോക്കി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, നമുക്കിവിടെ ആവശ്യമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും വാർഡിൽ, ഓക്കെ, ഓരോ ആളുകളുടെയും കുട്ടികളുടെ ഓരോ കുട്ടികളും ഓരോ വാർഡിലോ അല്ലെങ്കിൽ ഓരോ നാട്ടിലുള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ അല്ലെ, ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ. അപ്പോ അങ്ങനെയുള്ള അവരുടെ നാട്ടിലുള്ള, അവരുടെ വാർഡിലുള്ള ചെലവുകളെ ഇങ്ങനെ 2 ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആക്കി ഡിവൈഡ് ചെയ്ത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറയാം. ഓക്കെ, തൽക്കാലം നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, പിന്നീട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. Hope you have understood from the graph that there has been a steady and continuous increase in India's public expenditure.
ഈ ഒരു ഗ്രാഫ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അല്ലെ, നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇങ്ങനെ ഓരോ വർഷം കഴിയുന്നവർ എന്താവുകയാണ്, കൂടി വരികയാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ടതാ ഇങ്ങനെ മുകളിലോട്ടാണ് പോകുന്നത് ആ ഗ്രാഫ് അല്ലെ, അതിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, താഴോട്ടല്ല. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ എക്സ്പെൻഡിച്ചർ, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൂടി വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ഗ്രാഫ് എന്ന് മനസ്സിലായി. ആൻഡ് വൈ ഡസ് ഇന്ത്യസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്? നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇങ്ങനെ വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? Let's see how an increase in population increases the government expenditure. ജനസംഖ്യ കൂടുമ്പോൾ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടും. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് നോക്കാം. ആസ് പോപ്പുലേഷൻ ഇൻക്രീസസ്, ജനസംഖ്യ കൂടുമ്പോൾ, ഒരു രാജ്യത്ത് ജനസംഖ്യ കൂടുമ്പോൾ ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ, ആ ജനങ്ങൾക്ക്, അത്രയും ജനങ്ങൾക്ക് എന്ത് വേണം, എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഷെൽട്ടർ, വാസ സൗകര്യങ്ങൾ എക്സെട്ര ഹാവ് ടു ബി പ്രൊവൈഡഡ് ഫോർ മോർ പീപ്പിൾ. അപ്പൊ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ആ ഉണ്ടാകുന്ന ജനങ്ങൾക്കൊക്കെ ഈ പറയുന്ന ഫെസിലിറ്റീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിനെന്ത് വേണ്ടി വരും? ഫോർ ദിസ് ദി ഗവൺമെന്റ് ഹാസ് ടു സ്പെൻഡ് മോർ മണി. കൂടുതൽ പണം അതിനു വേണ്ടി ഗവൺമെന്റ് ചെലവഴിക്കേണ്ടി വരും. അപ്പൊ ജനസംഖ്യ കൂടുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ്. അതേപോലെ അപ്പൊ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ മാത്രമാണോ? അല്ല, വേറെയും ചില ഫാക്ടേഴ്സ് ഉണ്ട്. കുറെ ഫാക്ടേഴ്സ് ഉണ്ടാകും. ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും അവിടുത്തെ എക്സ്പെൻഡിച്ചർ കൂടാൻ. അപ്പോ എന്തൊക്കെയാണ് മറ്റ് ഫാക്ടേഴ്സ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്ന മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ. ഇൻക്രീസ് ഇൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, അതായത് പ്രതിരോധ ചെലവിന്റെ വർധനവ് എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ചൈനയും ഇന്ത്യയും തമ്മിൽ ചെറിയൊരു അതിർത്തി പ്രശ്നങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് ചെറിയ ഒരു ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായപ്പോൾ, ചെറിയ രൂപത്തിലുള്ള ഒരു തർക്കം ആ ഭാഗത്ത് നിലനിന്നപ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ ആയുധങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങി. അതേപോലെ റഫാൽ യുദ്ധവിമാനത്തിന്റെ ഇടപാട് ഒന്നുകൂടി നമ്മൾ സ്പീഡപ്പ് ചെയ്തു, ഒന്നുകൂടി വേഗത്തിലാക്കി, കോടികൾ മുടക്കിക്കൊണ്ട് റഫാൽ യുദ്ധവിമാനമൊക്കെ നമ്മൾ വാങ്ങി. ഇനിയും ഇന്ത്യയിലേക്ക് എത്താനുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് തുക ഡിഫൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു യുദ്ധ സാഹചര്യമോ അങ്ങനെയുള്ള രണ്ട് അതിർത്തി രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിലൊക്കെ ഒരു സംഘർഷ സാധ്യത ഉണ്ടാകുമ്പോൾ ഈ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? കൂടും. മറ്റു രാജ്യങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദത്തോടെയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു രാജ്യമുള്ളത് എങ്കിൽ അവിടെ എന്ത് കുറയും? ഈ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കുറയും. അത് ഓരോ രാജ്യത്തിനും അനുസരിച്ചിരിക്കും, ഡിപ്പെൻഡ് അപ്പോൺ അവരുടെ കണ്ടീഷൻ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. അപ്പോൾ ഇതൊരു റീസൺ ആണ്. നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാനുള്ള മറ്റൊരു റീസൺ ആണ് ഇൻക്രീസ് ഇൻ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ. നമ്മുടെ ബജറ്റ് പരിശോധിക്കുമ്പോൾ ആ ബജറ്റിലെ ഏറ്റവും കൂടുതൽ തുക നമ്മൾ മാറ്റിവെക്കുന്നത് പ്രധാനമായിട്ടും ഈ ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഡിഫൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഏത് കാറ്റഗറിയിൽ പെട്ടതാ? വാർ എന്ന് പറയുന്നതൊക്കെ, അങ്ങനത്തെ വാർ എക്യുപ്മെന്റ്സ് വാങ്ങി വെക്കുന്നതൊക്കെ ഏതിൽ പെട്ടത്? അതൊക്കെ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഇൻ ദി ഡിഫൻസ് എക്സ്പെൻഡിച്ചർ. വെൽഫെയർ ആക്ടിവിറ്റീസ്, ക്ഷേമ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ചെയ്യുന്ന രാജ്യമാണെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് വെൽഫെയർ ആക്ടിവിറ്റീസ്, റോഡുകളും പാലങ്ങളും സ്കൂളുകളും ആശുപത്രികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്ത് കൂടും? പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടും. ഓക്കെ, ദെൻ urbanization. urbanization എന്ന് പറയുമ്പോൾ നഗരവൽക്കരണം. ഓക്കെ, നഗരവൽക്കരണം. അപ്പൊ urbanization എന്തിനു കാരണമാവുന്നുണ്ട്? ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, വില്ലേജസ് എന്നൊരു കൺസെപ്റ്റ് നിന്ന് വലിയ വലിയ സിറ്റികളായിട്ട് മാറുമ്പോൾ ഉള്ള ഒരുപാട് ചെലവുകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ബാക്കിയുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മുകളിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് എന്തായിരുന്നു? പോപ്പുലേഷൻ ഇൻക്രീസ് ഓർ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ആ ഒരു പോയിന്റ് കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് എന്തിന് പിന്നിലുണ്ട്? നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുന്നതിന് പിന്നിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. സോ ഏറ്റവും ആദ്യം പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദി ഗവൺമെന്റ് ഈസ് നോൺ ആസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അല്ലെ, ഗവൺമെന്റിന് ചെലവാകുന്ന തുക, അതാണെന്ത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. അത് രണ്ടും ഏതൊക്കെയാണെന്നുള്ള എക്സാമ്പിളും ഈ ഒരു സെലക്ഷനിലുണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതേപോലെ എന്തൊക്കെയാണ് നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാനുള്ള കാരണം? പോപ്പുലേഷൻ ഇൻക്രീസ് പറഞ്ഞു, അതേപോലെ ഡിഫൻസ് എക്സ്പെൻഡിച്ചറിന്റെ ഇൻക്രീസ് പറഞ്ഞു, വെൽഫെയർ ആക്ടിവിറ്റീസ്, urbanization, ഇതൊക്കെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാനുള്ള കാരണമെന്നും പറഞ്ഞു. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ ആണ്, അല്ലെ? അപ്പൊ അടുത്ത ഹെഡിങ് അതാണ്, പബ്ലിക് റവന്യൂ. സർക്കാരിന്റെ ചെലവിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സർക്കാരിന്റെ വരവ്, സർക്കാരിന്റെ വരുമാനത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പബ്ലിക് റവന്യൂ. ഓക്കെ, അതായത് പൊതുവരുമാനം, ഗവൺമെന്റിന്റെ വരുമാനം.
ശ്രദ്ധിക്കുക, ദി ഇൻകം ഓഫ് ഗവൺമെന്റ് ഈസ് നോൺ ആസ് പബ്ലിക് റവന്യൂ. പബ്ലിക് റവന്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ ആൻസർ. സർക്കാരിന്റെ വരുമാനമാണ് എന്ത്? പൊതുവരുമാനം അല്ലെങ്കിൽ പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദി ഇൻകം ഓഫ് ഗവൺമെന്റ് ഈസ് നോൺ ആസ് പബ്ലിക് റവന്യൂ. തിങ്ക് അബൌട്ട് ദി സോഴ്സസ് ഓഫ് റവന്യൂ ടു ദി ഗവൺമെന്റ്. ഗവൺമെന്റിന് എങ്ങനെ, എവിടെ നിന്നൊക്കെയാണ് ഈ വരുമാനം കിട്ടുന്നത്? ഗവൺമെന്റ് ഏൺസ് ഇൻകം പ്രൈമറിലി ഫ്രം 2 സോഴ്സസ്. പ്രധാനമായിട്ടും 2 സോഴ്സുകളാണ്. ഗവൺമെന്റിന് വരുമാനം കിട്ടുന്ന 2 സോഴ്സുകളാണ്. ആ 2 സോഴ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഏതൊക്കെയാ? പബ്ലിക് റവന്യൂ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2, ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. നികുതി വരുമാനമുണ്ട്, അതേപോലെ നികുതിയേതര വരുമാനം, നികുതിയല്ലാത്ത മറ്റു വരുമാനങ്ങളുണ്ട്. ഓക്കെ, പബ്ലിക് റവന്യൂ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ടാക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണ്. ടാക്സ് റവന്യൂല് നികുതി വരുമാനം എന്ന് പറഞ്ഞല്ലോ, സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാനം നികുതി വരുമാനമാണ്. അപ്പൊ ആ നികുതി വരുമാനത്തും എന്തൊക്കെ നികുതികൾ, പ്രത്യേകതകൾ എന്തൊക്കെ, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പരീക്ഷയിലും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ടാക്സസുമായി ബന്ധപ്പെട്ട ഭാഗം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ടാക്സസ്, നികുതികളെ പറ്റി നമ്മൾ നോക്കുകയാണ്. Taxes are the main source of income to the government. സർക്കാരിന്റെ വരുമാനം ഏറ്റവും, നമ്മൾ പറഞ്ഞല്ലോ, ടാക്സ് ഒന്നും കിട്ടുന്നുണ്ട്, നോൺ ടാക്സ് ആയിട്ടും കിട്ടുന്നുണ്ട്. അപ്പൊ സർക്കാരിന്റെ ഇൻകത്തിൽ ഏറ്റവും പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ടാക്സ് തന്നെയാണ്. ടാക്സസ് ആർ ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ടു ദി ഗവൺമെന്റ് ആൻഡ് ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെന്റ്. ടാക്സ് ഈസ് എ compulsory payment to the government made by the public for meeting expenditure towards welfare activities, developmental activities, etc. Okay, അതായത് ടാക്സ് എന്ന് പറയുന്നത് എന്താ? അതൊരു കമ്പൽസറി പേയ്മെന്റ് ആണ്. ജനങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് ഗവൺമെന്റിന് നൽകേണ്ട ഒരു കമ്പൽസറി പേയ്മെന്റ് തന്നെയാണ്, അല്ലെ? നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാ നമ്മൾ നികുതി കൊടുക്കുന്നത്? നമുക്ക് വേണ്ടി തന്നെയാണ്. ക്ഷേമ പ്രവർത്തനങ്ങളും അതേപോലെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും കൊടുക്കുന്ന നികുതി, അല്ലെ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ സർക്കാരിന് കൊടുക്കുന്ന നികുതിയാണെന്ത്? അല്ലെങ്കിൽ സർക്കാരിന് കൊടുക്കുന്നതാണ് നികുതി എന്ന് പറയുന്ന സാധനം, അല്ലെ? ടാക്സ് ഇസ് എ കമ്പൽസറി പേയ്മെന്റ്. അത് നിർബന്ധമായിട്ടും നൽകേണ്ടതാണ്, ഗവൺമെന്റിന് നൽകേണ്ടതാണ്. അത് എന്തിനാ നൽകുന്നത്? നമുക്ക് വേണ്ടി തന്നെയാണ് നൽകുന്നത്. അതായത് നമ്മുടെ വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടി, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഗവൺമെന്റിന് നിർബന്ധമായിട്ട് നൽകുകയാണ്. ദി പേഴ്സൺ ഹു പേസ് ടാക്സ് ഈസ് കോൾഡ് ടാക്സ് പേയർ. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എന്നാലും അതായത് നികുതി നൽകുന്ന വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? ടാക്സ് പേയർ, നികുതിദായകൻ എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ, ടാക്സ് അടയ്ക്കുന്ന ആളെ നമുക്ക് ടാക്സ് പേയർ എന്ന് വിളിക്കാം. ആ ടാക്സിനെ നമ്മൾ വീണ്ടും രണ്ടാക്കി തിരിക്കാം. ഗവൺമെന്റിന്റെ റവന്യൂനെ നമ്മൾ രണ്ടാക്കി തിരിച്ചു, അല്ലെ? ഏതൊക്കെയായിരുന്നു? ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. പിന്നെ അതിൽ ടാക്സിനെ നമ്മൾ വീണ്ടും രണ്ടാക്കി തിരിക്കുകയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണത്? ഡയറക്റ്റ് ടാക്സ്, അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. രണ്ടാക്കി നമ്മൾ തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം ഡയറക്റ്റ് ടാക്സ് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു റെസീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു ഐഡന്റിഫൈ ദി റെസീറ്റ് ഗിവൻ വേർ ടു ബി റെമിറ്റ് ലാൻഡ് ടാക്സ്? ഓക്കെ, അപ്പോൾ ഓരോ ടാക്സും ഈടാക്കുന്നത് എവിടെയാണ്, അതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ നോക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രദേശത്തിന്റെ ഒരു ഭൂനികുതി, അല്ലെ? ഒരു ഭൂനികുതിയാണ് ഇവിടെ കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷെ നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. സോ ഏറ്റവും ആദ്യം ഡയറക്റ്റ് ടാക്സ് എന്നുള്ള ഹെഡിങ് ഇവിടെ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ടാക്സ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രത്യക്ഷ നികുതി എന്ന് പറയാം നമ്മൾ, പ്രത്യക്ഷ നികുതി. ഓക്കെ, ഈ രണ്ടാമത് പറഞ്ഞ ഇൻഡയറക്റ്റ് ടാക്സോ അത് പരോക്ഷ നികുതി എന്ന് പറയും, ഇൻഡയറക്റ്റ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ആദ്യം നമ്മൾ നോക്കുകയാണ്. ലാൻഡ് ടാക്സ് ഈസ് പെയ്ഡ്. ലാൻഡ് ടാക്സ് അപ്പൊ എന്തിന് ഉദാഹരണമാണ്? ശ്രദ്ധിക്കുക. Land tax is paid by the person on whom it is imposed. ലാൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് എന്താ പറയാം? ഭൂനികുതി, അല്ലെ? അപ്പോൾ ആരിലാണോ ഈ നികുതി ചുമത്തിയിട്ടുള്ളത് അയാൾ തന്നെയാണ് ഭൂനികുതി അടയ്ക്കുന്നത്. മീൻസ് എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, എനിക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ, കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിക്കുള്ള നികുതി, ആ ഭൂമിയുടെ നികുതി അല്ലെങ്കിൽ അതിന്റെ ലാൻഡ് ടാക്സ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് അടയ്ക്കേണ്ടത്, മറ്റേ ഏതെങ്കിലും വ്യക്തിയല്ല, ഞാൻ തന്നെയാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, ലാൻഡ് ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദി പേഴ്സൺ ഓൺ ഹും ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. ആരുടെ മേലാണോ ഭൂനികുതി ചുമത്തിയിട്ടുള്ളത് അയാൾ തന്നെയാണ് ഇവിടെ ഭൂനികുതി അടയ്ക്കുന്നത്.
Okay, here the burden of the tax is borne by the same person on whom tax is imposed. എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ നികുതി ചുമത്തപ്പെടുന്നതും അതേപോലെ തന്നെ പിന്നെ ഈ നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്ന ആരാ? അത് ഒരാൾ തന്നെയാണ്. അതായത് എൻ്റെ മേലാണ് നികുതി, എൻ്റെ ഭൂമിക്ക് ഞാനാണ് നികുതി കൊടുക്കേണ്ടത്. ആ നികുതി മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് പിന്നെ എനിക്ക് ഈടാക്കാൻ പറ്റൂല, അത് എൻ്റെ തന്നെ ബാധ്യതയാണ്. ഓക്കെ, ലാൻഡ് ടാക്സ് ആരുടേതാണോ ലാൻഡ്, ആ ലാൻഡിന്റെ ഓണർ തന്നെയാണ് ആ നികുതി കൊടുക്കേണ്ടത്. ആ നികുതി ഭാരം ആ ലാൻഡ് ഓണർക്കാണ്, മറ്റാർക്കുമല്ല, അയാൾക്കാണ് ഇതിന്റെ റിസ്ക്. ദീസ് ടൈപ്സ് ഓഫ് ടാക്സസ് ആർ കോൾഡ് ഡയറക്റ്റ് ടാക്സ്. അപ്പൊ ഈ രണ്ട് സെന്റൻസും നിങ്ങൾ ലാൻഡ് ടാക്സുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കണം. ഡയറക്റ്റ് ലാൻഡ് ടാക്സുമായി ബന്ധപ്പെട്ടല്ല, ഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ട്. അതിനൊരു എക്സാമ്പിൾ മാത്രമാണ് ഇത് ലാൻഡ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ടാക്സിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഡയറക്റ്റ് ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദി പേഴ്സൺ ഓൺ ഹും ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. ആരുടെ മേലാണോ ചുമത്തിയത് അയാൾ തന്നെയാണ് അടയ്ക്കേണ്ടത്. ഹിയർ ദി ബർഡൻ ഓഫ് ദി ടാക്സ് ഈസ് ബോൺ ബൈ ദി സെയിം പേഴ്സൺ ഓൺ ഹും ടാക്സ് ഈസ് ഇമ്പോസ്ഡ്. ഓക്കെ, അപ്പോൾ നികുതി ഭാരം അയാൾക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരും, സാധാരണ അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് അല്ലേ? അതായത് നികുതി ആർക്കാണോ ചുമത്തിയത് അയാൾ തന്നെയല്ല അടയ്ക്കേണ്ടത്, എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവാം. അങ്ങനെയല്ല. ഓക്കെ, ഡയറക്റ്റ് ടാക്സിൽ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സിൽ നികുതി അടയ്ക്കേണ്ട ആളുകളല്ല നികുതി അടയ്ക്കുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിൽ നമുക്ക് നോക്കാം എന്താ വ്യത്യാസം എന്നുള്ളത്, നമുക്കിത് പറയുന്ന സമയത്ത് നോക്കാം. അപ്പൊ ഇവിടെ തൽക്കാലം ഇത് ശ്രദ്ധിക്കാം. These types of taxes are called direct taxes. The unique feature of, നേരത്തെ മുകളിൽ പറഞ്ഞ സെന്റൻസ് ഒരേ സാധനം തന്നെയാണ്, വീണ്ടും എടുത്തു പറയാണ്. The unique feature of direct tax is that the taxpayer undertakes the burden of the tax. അതായത് ഈ പിന്നെ ഡയറക്റ്റ് ടാക്സിന്റെ, പ്രത്യക്ഷ നികുതിയുടെ ഒരു പ്രത്യേകത പറയുന്നു. നേരത്തെ മുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്നു എന്നതാണ് പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകത. ഓക്കെ, അതായത് ആ നികുതിയുടെ ചുമതല, അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആരുടെ മേലാണോ ചുമത്തുന്നത് നികുതി അയാൾക്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള അതേ സെന്റൻസ് ഒന്ന് മാറ്റി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ആരുടെ മേൽ ചുമത്തുന്നോ അയാൾ തന്നെ അടയ്ക്കേണ്ട നികുതിയാണെന്ന് മനസ്സിലായി. ലാൻഡ് ടാക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡയറക്റ്റ് ടാക്സ് എന്നും നമുക്ക് മനസ്സിലായി. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സുകൾ ഏതൊക്കെ, അതും കൂടി നമുക്ക് നോക്കാം. മേജർ ഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ. മേജർ ഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ രണ്ടെണ്ണം ഇവിടെ കാണാം. ആ ഹെഡിങ്സ് ആദ്യം നോക്കുക. ഒന്ന് പേഴ്സണൽ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ന് നമ്മൾ പറയാറുണ്ട്, വ്യക്തിഗത ആദായ നികുതി മലയാളത്തിൽ പറയുകയാണെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സ്. രണ്ടാമത്തേത് കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ വ്യക്തികൾ കൊടുക്കുന്നതാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം, വ്യത്യാസം നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ഡയറക്റ്റ് ടാക്സസ് ആണ് പേഴ്സണൽ ഇൻകം ടാക്സ്, അതേപോലെ കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, പേഴ്സണൽ ഇൻകം ടാക്സ്, ഇറ്റ് ഈസ് ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദി ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ. പേഴ്സണൽ ഇൻകം ടാക്സ് പറയാണ് നമ്മൾ, വ്യക്തിഗത ആദായ നികുതിയെ പറ്റി പറയാണ്. ഇറ്റ് ഈസ് ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദി ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ വരുമാനത്തിന് മുകളിൽ ചുമത്തുന്ന നികുതിയാണെന്ത്? വ്യക്തികളുടെ വരുമാനത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് ഈ പറയുന്ന പേഴ്സണൽ ഇൻകം ടാക്സ്, വ്യക്തിഗത ആദായ നികുതി എന്ന് പറയാം. ദി റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസസ് ആസ് ദി ഇൻകം ഇൻക്രീസസ്. ശമ്പളം കൂടുന്നതനുസരിച്ച്, മീൻസ് വ്യക്തികളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അവരുടെ പിന്നെ ടാക്സ് റേറ്റ് എന്ത് ചെയ്യും? അത് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരേ ടാക്സ് അല്ല എന്നർത്ഥം. ഓക്കെ, പല സാലറി ആയിരിക്കുമ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവും? പലർക്കും പല ശമ്പളം ആവുമ്പോൾ, പല വരുമാനം ആവുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ടാക്സിൽ വേരിയേഷൻ ഉണ്ടാവും. ഇൻകം ടാക്സ് ഇസ് ആപ്ലിക്കബിൾ ടു ദി ഇൻകം ദാറ്റ് ഈസ് അബവ് എ സർട്ടൻ ലിമിറ്റ്. ഓക്കെ, ഒരു നിശ്ചിത പരിധി, ആ പരിധിക്ക് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ബാധകമാവുള്ളൂ. ആൻഡ് ഇൻ ഇന്ത്യ ദി ഇൻകം ടാക്സ് ഇസ് കളക്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, ഇൻകം ടാക്സ് ഇന്ത്യയിൽ കളക്ട് ചെയ്യുന്നവരാണ്, കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. അത് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്, അവരുടെ അതോറിറ്റിയിൽപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇൻകം ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ് ഇസ് കളക്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മുടെ രാജ്യത്ത് പേഴ്സണൽ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വരുമാനത്തിന് മുകളിൽ നൽകുന്ന നികുതിയാണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പോ കോർപ്പറേറ്റ് ടാക്സോ? കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ നെറ്റ് ഇൻകം ഓർ
നെറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനീസ്. അതായത് കമ്പനി, നേരത്തെ പറഞ്ഞല്ലോ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ ഇൻകം ടാക്സ് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട, ഒരു വ്യക്തിയുടെ വരുമാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയോ അത് കമ്പനീസിന്റെ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടതാണ്. പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി അല്ലെങ്കിൽ നെറ്റ് ഇൻകം ഓഫ് ദി കമ്പനി. ദിസ് ഈസ് ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദി നെറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനീസ്. പിന്നെ കമ്പനികളുടെ, സ്ഥാപനങ്ങളുടെ ലാഭത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. സ്ഥാപനങ്ങളുടെ, കമ്പനികളുടെ പിന്നെ ലാഭത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? ഡയറക്റ്റ് ടാക്സ് അല്ലെ. ടാക്സസിനെ നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും രണ്ടാക്കി തിരിക്കാന്ന് പറഞ്ഞു. അതിൽ ഡയറക്റ്റ് ടാക്സ് നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെ അതിനൊരു എക്സാമ്പിൾ മുകളിൽ നമ്മൾ പറഞ്ഞു, ലാൻഡ് ടാക്സ്. അത് കൂടാതെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സസ് ഏതൊക്കെയാണ്? പേഴ്സണൽ ഇൻകം ടാക്സ്, അതേപോലെ കോർപ്പറേറ്റ് ടാക്സ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ നോക്കി. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് പരോക്ഷ നികുതി എന്ന് പറയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം നമുക്ക്. An important feature of indirect tax is that the tax burden can be shifted from the person on whom it is imposed to another person. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞല്ലോ, ആരുടെ മേലാണോ നികുതി ചുമത്തിയത് അയാൾ തന്നെ അടയ്ക്കണം, അയാൾ തന്നെ നികുതി അടയ്ക്കണം എന്നുള്ളതാണ് ഡയറക്റ്റ് ടാക്സ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് ശ്രദ്ധിക്കുക, ടാക്സ് ബർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം ദി പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ടു അനദർ പേഴ്സൺ. അതായത് ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം എന്ത് ചെയ്യുക, മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഈ ഇൻഡയറക്റ്റ് ടാക്സിന്റെ പ്രത്യേകത. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും, ഒന്നുകൂടി ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ, ഇൻ ദി കേസ് ഓഫ് സെയിൽ ടാക്സ്, ദി ടാക്സ് ബർഡൻ ഇനീഷ്യലി ഫോൾസ് ഓൺ ദി ട്രേഡർ. ഇപ്പോൾ വിൽപ്പന നികുതി, ഒരു സാധനം നമ്മൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ അതിന് ടാക്സ് കൊടുക്കണമല്ലോ, ശ്രദ്ധിക്കുക. അപ്പോൾ സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ വിൽപ്പന നികുതി ശരിക്കും ആരുടെ മേലാണ് അത് ചുമത്തുന്നത്? കച്ചവടക്കാരന്റെ, വ്യാപാരിയുടെ മേലാണ്. സെയിൽ ടാക്സ് in the case of sale tax, in the case of sale tax, the tax burden initially falls on the trader. അതായത് വിൽപ്പന നികുതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ആദ്യം വരുന്നത് ട്രേഡറുടെ, ഈ വ്യാപാരിയുടെ മേലാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ബട്ട് ദി ട്രേഡർ ട്രാൻസ്ഫേഴ്സ് ദി ബർഡൻ ഓഫ് ദി ടാക്സ് along with its price to the consumer. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആ കച്ചവടക്കാരൻ അല്ലെങ്കിൽ വ്യാപാരി ആ ഉൽപ്പന്നം, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വന്ന കൺസ്യൂമർ അല്ലെ, ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വന്നിട്ടുള്ള കൺസ്യൂമറിലേക്ക് ആ പ്രൊഡക്റ്റിന്റെ വിലന്റെ കൂടെ അതിന്റെ ടാക്സും കൂടി എന്ത് ചെയ്യാണ്? കൈമാറുകയാണ്. ടാക്സും കൂടി കൂട്ടിയിട്ടുള്ള വിലയാണ് ആ കൺസ്യൂമറിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ദി ടാക്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി പ്രൈസ് പെയ്ഡ് ബൈ ദി കൺസ്യൂമർ. അപ്പൊ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ, പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ വില കൊടുക്കുമ്പോൾ അതിൽ എന്തും കൂടി പെട്ട്, ആ പ്രൊഡക്റ്റിന്റെ ടാക്സും കൂടി പെട്ട്. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, ആ പ്രൊഡക്റ്റിന്റെ മുകളിൽ നമുക്ക് MRP, അതിന്റെ താഴെ ഒരു ബ്രാക്കറ്റിൽ ഒരു സാധനം കാണാം, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. അത് യഥാർത്ഥത്തിൽ ട്രേഡർക്ക് മേൽ ചുമത്തുന്ന നികുതിയാണെങ്കിലും ആ നികുതി ഭാരം ആരുടെ നേരെയാണ് വരുന്നത്? കൺസ്യൂമറുടെ നേരെയാണ് വരുന്നത്. അപ്പൊ ഒരാളുടെ മേലാണ് നികുതി ചുമത്തുന്നത്, പക്ഷെ ആ ഒരു ബേർഡൻ മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ടാക്സ് ആണ് എന്ത്? ഇൻഡയറക്റ്റ് ടാക്സ്. ടാക്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി പ്രൈസ് പെയ്ഡ് ബൈ ദി കൺസ്യൂമർ അല്ലെ. ഇവിടെ കൺസ്യൂമർ ആ സാധനത്തിന്റെ, പ്രൊഡക്റ്റിന്റെ വില നൽകുന്ന സമയത്ത് അതിൽ നികുതി കൂടി ഉൾപ്പെടുകയാണ്. With a view to simplify the indirect tax system and to introduce one tax across the country, Goods and Services Tax or GST was introduced by incorporating majority of existing indirect taxes. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സസ്, പല ടൈപ്പ് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഏകീകരിച്ച് രാജ്യത്ത് ഒരൊറ്റ നികുതി എന്നൊരു കൺസെപ്റ്റ്, എന്നൊരു നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള സമ്പ്രദായമാണ് GST. നിലവിലുണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് എല്ലാം കൂടി പിന്നെ ലയിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു
പിന്നെ ഒരു യുണീക്ക് ടാക്സേഷൻ സിസ്റ്റം, അതല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരൊറ്റ പിന്നെ നികുതി സമ്പ്രദായം എന്ന രീതിയിലേക്ക്, ഒരൊറ്റ നികുതി എന്ന രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മൊത്തം പിന്നെ നികുതി വ്യവസ്ഥയെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ നിലവിലുള്ള ഒരു സിസ്റ്റമാണ് എന്ത് GST എന്ന് പറയുന്നത്. GSTന്റെ ഫുൾ ഫോം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ചർച്ചകളും ഒക്കെ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചരക്ക് സേവന നികുതി എന്ന് പറയാം. ഓക്കെ, സോ GST നമ്മുടെ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ദി പ്രിവെയിലിംഗ് സിസ്റ്റം വിൽ കണ്ടിന്യൂ ഫോർ ദോസ് ഐറ്റംസ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ GST. GSTയിൽ ഉൾപ്പെടുത്താത്ത ഐറ്റംസിന് ഓൾറെഡി ഉണ്ടായിരുന്ന നികുതി വ്യവസ്ഥകൾ എങ്ങനെയാണോ അതങ്ങനെ തന്നെ പിന്നെ തുടർന്ന് പോകുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലേ പറയുന്നുള്ളൂ. അപ്പുറത്തെ പേജിലേക്ക് നോക്കുമ്പോൾ കാണാം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതിൻ്റെ വിവിധ ടൈപ്സ് ഏതൊക്കെയാണ്, അതേപോലെ GST റേറ്റ്സ്. ഓക്കെ, എല്ലാ പ്രൊഡക്റ്റിനും ഒരേ GST അല്ലല്ലോ, അപ്പോൾ GST റേറ്റ്സ് ഏതൊക്കെയാണ്. അതേപോലെ തന്നെ ഒരു GST ബില്ല് ഇവിടെ കാണാം. അത് വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട്. അതേപോലെ ഒരു GST കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി പിന്നെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ സർചാർജ് ആൻഡ് സെസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റിന്റെ നോൺ ടാക്സ് റവന്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഈ ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ.